ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വലിയ പൈസയൊന്നും കൊടുക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല കിഡിലെ റിസൾട്ടാണ്. ഒരൊറ്റ തവണ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ മാറ്റം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒട്ടും തരിയില്ലാത്തത് വേണം. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂൺ കണക്കിലെടുക്കുമ്പോൾ 2 സ്പൂൺ നിറയെ എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതാ 1 സ്പൂണോളം തേൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂണോളം തന്നെ മുൾത്താനി മിട്ടിയാണ് കേട്ടോ. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, ഇത് നിർബന്ധമായിട്ടും ഇടണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രധാന ഐറ്റം, ഇത് ഞാൻ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് തൈര് അലർജി ഉള്ളവരെന്താ ചെയ്യുകയെന്ന്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ കുറച്ചൊന്ന് പുളിച്ച് വരുമ്പോൾ കുറച്ച് കട്ടിയായി വരും. അപ്പോൾ ഇത് ബ്രൗൺ റൈസിൻ്റെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല, നമ്മൾ വൈറ്റ് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് കട്ടിയുണ്ട്, നല്ല ലൂസിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ മുകൾ ഭാഗത്തുള്ള ആ തെളി കളഞ്ഞിട്ട് എടുത്താൽ മതി. ഒരു 2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എഫക്റ്റീവാണ്. ഈ ചൂട് കാലത്തൊക്കെ ശരിക്കും പുറത്തൊക്കെ പോയി വന്നിട്ട് കഞ്ഞിവെള്ളം കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവുക. എപ്പോഴും എൻ്റെ വീട്ടിൽ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെക്കാറുണ്ട്, ഒരു ബൗളിലെങ്കിലും വെക്കാറുണ്ട് കേട്ടോ. ഇത് വേറെ ഒന്നും വേണ്ട, നമ്മൾ പുറത്ത് പോയിട്ട് വെയിലടിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും മുഖം ഒന്ന് നന്നായി കഴുകിയിട്ട് ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിക്കഴിഞ്ഞാൽ ശരിക്കും നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ അതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ടേണൊക്കെ മാറാനൊക്കെ വളരെ നല്ലൊരു ടിപ്പാണ് തണുത്ത് പുളിച്ച കഞ്ഞിവെള്ളം. അപ്പോൾ ഇതാ നമ്മുടെ ഇത് ആയിട്ടുണ്ട്, ഫേസ് പാക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, തൈരൊന്നും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. ഇത് വെച്ച് നമ്മൾക്ക് മുഖത്ത് നല്ല ബ്രൈറ്റനിങ് ചെയ്യാൻ പറ്റും കേട്ടോ മുഖം. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇട്ട് നോക്കാം. ഒരു തവണ ഇട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കിട്ടേണ്ടത് കേട്ടോ, ഒരുപാട് ടൈറ്റായി പോകരുത്. ഞാനിപ്പോൾ പുറത്ത് ഇവിടെ കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്ത് പോയി വന്നതേ ഉള്ളൂ, കുറച്ച് വെയിലടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മുഖത്തുള്ള ടാൻ മാറ്റാനും കറുത്ത കളറൊക്കെ പെട്ടെന്ന് തന്നെ മുഖത്തിന് നല്ലൊരു വൈറ്റ് ലുക്കാണ് കിട്ടുക കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തണുത്ത വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിലൊന്ന് മുഖം കഴുകിയെടുക്കുക. ഇതിന് 2 തവണയൊന്നും ഇത് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും ഒരു കമൻറ്റ് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് ചെയ്യാറുണ്ട്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഇടാൻ. അപ്പോൾ ഈ ഫേസ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണ്. അരിപ്പൊടിയും, തരിയില്ലാത്ത അരിപ്പൊടിയും, കഞ്ഞിവെള്ളം, തേനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ മുൾത്താനി മിട്ടി മാത്രമാണ് കിട്ടാൻ പണി ഉള്ളത്. അത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. എന്നാലും വലിയ പൈസയ്ക്കൊന്നും വലിയ ചിലവില്ലാത്തതാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് തന്നെ ഇങ്ങനെ മസാജും കൊടുക്കണം കേട്ടോ. റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിന് മേലെ കണ്ണിൻ്റെ തടത്തിൽ മേളിലെ ഭാഗത്തല്ലാതെ താഴെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കഞ്ഞിവെള്ളം കൂടി ഇതിൽ മിക്സ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് കളറൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ജെല്ലുണ്ടാക്കുന്നത് ഇട്ടിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ എടുക്കാൻ കാരണം നന്നായിട്ട് ഇതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുഖത്ത്, കഴുത്തിൽ, നമ്മൾ വെയിൽ കൊള്ളുന്ന ഭാഗങ്ങൾ, നമ്മളെ കാലിൻ്റെ ഈ ഭാഗം, നഖത്തിൻ്റെയൊക്കെ ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ കയ്യിലെല്ലാം ഇട്ട് കൊടുക്കാം, ടേൺ അടിക്കുന്ന ഭാഗത്ത്. അപ്പോൾ ഇനി ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ഉണങ്ങാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ അതാ ചെറുതായിട്ടിങ്ങനെ, ഒരുപാട് ഡ്രൈ അല്ല, വെള്ളം ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ ടൈറ്റായ പോലെ നമുക്ക് ഫീലാവും. ആ ഒരു സമയത്ത് നമ്മൾ തണുത്ത വെള്ളം, അതായത് സാധാരണ വെള്ളം കൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ നനച്ച് കൊടുക്കണം. ഏത് ഫേസ് പാക്ക് ഇടുവാണെങ്കിലും നമ്മളിങ്ങനെ നനച്ച് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ മസാജ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇതിങ്ങനെ മസാജ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. എല്ലാവർക്കും പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ തൈര് അലർജി ഉള്ളവർക്ക് പോലും പറ്റുന്നതാണ് കേട്ടോ. കഞ്ഞിവെള്ളം, അതുപോലെ റൈസ് പൗഡറൊക്കെ നമ്മൾ എപ്പോഴും ഈ കൊറിയൻ ഫേസ് പാക്കിലൊക്കെ കൂടുതലും കഞ്ഞിവെള്ളമൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മളെ മുഖത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കഞ്ഞിവെള്ളം. അപ്പോൾ അതാ നന്നായിട്ട് മുഖം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കോഫി പൗഡറൊക്കെ ഇട്ടൊരു ഫീലാണ് കേട്ടോ അതിനുണ്ടാവുക. കോഫി പൗഡർ പാക്കില്ലേ, ഫേസ് പാക്ക്,
അതൊക്കെ ഇട്ട പോലത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ചെയ്ത പോലെ തോന്നും. എല്ലാവർക്കും പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇത്. ഏത് സീസണിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഫേസ് പാക്ക്. നമ്മുടെ മുഖത്ത് വരുന്ന ആ ഒരു മാറ്റം അറിയുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു സമയത്ത് ചെറിയൊരു മസാജ് ഇതുപോലെ കൊടുക്കുന്നത് നല്ലതായിരിക്കും, നമ്മളിതിങ്ങനെ ഇളക്കി കളയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. യാതൊരു സൈഡ് എഫക്റ്റും ഇതിനില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ നോർമലി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത് നമ്മൾ കോളേജിലൊക്കെ കുട്ടികൾ പോകുന്നില്ലേ, നല്ല വെയിലടിച്ചിട്ടൊക്കെ ആ പിള്ളേർ കോളേജ് കുട്ടികൾക്കൊക്കെ വളരെ നല്ലത്. ഞാൻ എൻ്റെ മോള് കോളേജിൽ നിന്നൊക്കെ വരുമ്പോഴത്തേനും ഞാനിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള സമയത്ത് മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയുമ്പോൾ നല്ല എഫക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ അടിച്ച പാടാണെങ്കിൽ പിന്നെ മുഖത്ത് ഡെയിലി ഉപയോഗിച്ച് വരുമ്പോൾ മുഖത്തുള്ള പാടുകളൊക്കെ മാറ്റാനും അതുപോലെ മുഖം നല്ല കളറാണ് കിട്ടുക കേട്ടോ. ഇത് ഡെയിലി ഉപയോഗിക്കാനും പറ്റും. നമുക്കിതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഞാനിവിടെ മുഖത്തു നിന്നൊക്കെ ഇത് റിമൂവ് ചെയ്ത ഭാഗമൊക്കെ വേറെ തന്നെ നല്ല ഇങ്ങനെ ബ്രൈറ്റനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി തുടച്ചതിന് ശേഷം മുഴുവനായിട്ടും ഞാനിത് എടുത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. കഴുത്തിലൊക്കെ ഇതുപോലെ റിമൂവ് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഇതെല്ലാം ഇങ്ങനെ അടർത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അടർത്തി കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞതാണ്. ഇപ്പോൾ സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യില്ല, ഒരു ക്രീം തേക്കും പിന്നെ സൺസ്ക്രീൻ തേക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു പൊട്ട് തൊടും. നമുക്ക് എത്ര ടേൺ അടിച്ച പാട് വേണമെങ്കിലും നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. കുറച്ച് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം.